സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ടേ ഒരു സിനമൺ റോൾ ഉണ്ടാക്കാം. സാധാരണ സിനമൺ റോള് ബ്രെഡ് വെച്ചല്ലാട്ടോ ഉണ്ടാക്കുന്നത്, എന്നാലും ബ്രെഡ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഒരു സിനമൺ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാനിതിനൊന്ന് മൈക്രോവേവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ടിരിക്കും, നമുക്ക് ഒടിഞ്ഞു പോകാം. അതേകൊണ്ട് ചിറ്റി എടുക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ അങ്ങ് ചേർത്ത് കട്ട് ചെയ്യേണ്ട. ഇപ്പം ഞാൻ ഈ ഇങ്ങനെ കട്ട് ചെയ്യണുണ്ട്, അതുപോലെ ഇച്ചിരി ഉള്ളിലേക്ക് ചേർത്ത്, അതായത് ബ്രെഡും കൂടെ ചേർത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് കഴിക്കാനായിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഈ എടുത്ത ആദ്യത്തെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡുകളും കട്ട് ചെയ്തെടുക്കാം. നടുക്കലത്തെ ബ്രെഡ് നമ്മൾ കളയണ്ട, അറിയാലോ, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കാമല്ലോ. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഞാനതെങ്ങനെ ചിറ്റണേ എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത് ചിറ്റാം. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇതിനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിറ്റി എടുക്കുക. പക്ഷേ ഈ ചിറ്റി എടുക്കുമ്പോൾ ഇതിങ്ങനെ ബ്രെഡിൻ്റെ ഇതറിയാമല്ലോ നിങ്ങൾക്ക്, ഇത് വിടർന്ന് പോവും. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഇതിൻ്റെ സൈഡിൽ ഇവിടെ ഒന്ന് അങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ അതവിടെ നല്ല ഫേമായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ ബ്രെഡുകളെല്ലാം തന്നെ ചിറ്റി എടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീം ചെയ്യാണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ കൊണ്ട് ചെയ്യുമ്പോൾ ചില ബ്രെഡുകൾ ഒടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ ഒടിഞ്ഞു പോവാത്ത ടൈപ്പ് ബ്രെഡ് മേടിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ 4 ബ്രെഡ് കൊണ്ടും ഇതുപോലെ ചുറ്റി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ആ പാൻ നന്നായി ചൂടായി വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ബ്രൗൺ പഞ്ചസാരയാണ് യൂസ് ചെയ്യണത്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് ഇച്ചിരിയും കൂടെ കൂടിയിട്ട് 2-3 സ്പൂൺ കൂടുതലും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് തിളപ്പിച്ച് ആ പഞ്ചസാര ഒന്നങ്ങ് മെൽറ്റായി വരുമില്ലേ, പഞ്ചസാര ഒന്ന് മെൽറ്റായി ഈ ഒഴിച്ചേക്കണ വെള്ളമൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് കുറുകി വരുമ്പോൾ വിചാരിച്ച് ഇതിൻ്റെ നൂൽപ്പരുവത്തിലേക്കൊന്നും മായക്കരുത് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് അങ്ങ് കുറുകി ഈ ഒരു പരുവത്തിൽ വന്നു കഴിയുമ്പോൾ ഒരുപാട് കുറുകരുത്, എന്നാൽ അത്യാവശ്യത്തിന് ലൂസും വേണം. അപ്പം നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ആ ബ്രെഡുണ്ടല്ലോ, ആ ബ്രെഡ് നമുക്കിനിയും ഇതിൻ്റെ അകത്തേക്ക് പതുക്കെ ചേർത്ത് കൊടുക്കാം. ഈ ബ്രെഡ് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് 2 വശത്തും ഈ പഞ്ചസാരയുടെ പാനി ഇതാക്കണം കേട്ടോ. അതിൽ മുക്കി എടുക്കണം, നമുക്ക് നല്ലപോലെ മുക്കിയെടുക്കണം. ഇത് വെച്ചിട്ട് വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരയെല്ലാം ഈ ചൂടിൽ ഈ ബ്രെഡിലേക്ക് പിടിച്ചോളും. അങ്ങനെ ഈ 4 ബ്രെഡ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് കണ്ടോ ആ പഞ്ചസാരയിലേക്ക് മറിച്ച് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ഷുഗർ സിറപ്പിൽ മുങ്ങി എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനുശേഷം ചെറിയ തീയിലിട്ടിട്ട് ഇതിനെ ആ പഞ്ചസാര വറ്റണ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായി ഇതായിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ, നല്ലപോലെ മീൻസ് കത്ത് പിടിച്ചൊന്നും പോകരുത് കേട്ടോ. പഞ്ചസാര അങ്ങ് വറ്റി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ഇതൊന്ന് ഫേമാവും. നമ്മൾ പഞ്ചസാര പാനിലേക്ക് ഇടുമ്പോൾ ഇതങ്ങ് ഇച്ചിരി സോഫ്റ്റായിട്ട് പോവും. അത് കഴിഞ്ഞ് പഞ്ചസാര പാനി അങ്ങ് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നല്ല ഇച്ചിരി ഒന്ന് ഹാർഡായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. പാനിലും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ സിനമൺ റോളിൻ്റെ മീതയും കൂടി കൂട്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മറിച്ചിടുമ്പോൾ സ്റ്റിക്കി ആയിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബട്ടർ ചേർക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മറിച്ചിടാനും തിരിച്ചിടാനൊക്കെ എളുപ്പമായിരിക്കും. അതിൻ്റെ മീതെ ഞാൻ ഇച്ചിരി സിനമൺ പൗഡറും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് സിനമൺ സ്റ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സിറപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കഷ്ണം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഇതിനെല്ലാം നല്ലൊരു കളർ വന്നു. നമുക്കിനി ഇതിനെ പതുക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. വളരെ എളുപ്പമെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, മധുരം കഴിച്ചു കൂടാത്തവർക്കും മധുരം ഇഷ്ടമല്ലാത്തവർക്കും എന്താ വേണ്ടതെന്ന് അറിയാമോ? നമ്മളിങ്ങനെ ചിറ്റി എടുത്തിട്ട് ഈ ആ സിറപ്പിലേക്ക് മുക്കേണ്ട പരിപാടികളൊന്നും വേണ്ട. പാനിലേക്ക് നേരെ ഇതിനിട്ട് കൊടുക്കുക. ഇതിൻ്റെ 2 സൈഡിലും ബട്ടർ പരട്ടി കൊടുക്കുക. ഒരു സൈഡ് ഫ്രൈ ആയി അതിനെ മറിച്ചിട്ട് കഴിയുമ്പോൾ അങ്ങേ സൈഡിൽ നമ്മൾ ബട്ടർ തേച്ചിട്ട് ഇതുപോലെ തന്നെ ഇതിനെ വറുത്തെടുക്കാം. ഈ ഷുഗർ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്.
എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.